അപ്പൊ പ്രവചനവരം ഈ 12, 13, 14 അധ്യായത്തിൽ കയറി വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രയോജനകരമായ വരം ഏതാണ്? അന്യനെ സംബന്ധിച്ച് എല്ലാ വരങ്ങളും നല്ല വരങ്ങളാണ്. എല്ലാ വരങ്ങളും കൂട്ടുകാരന്, നമ്മുടെ കൂട്ടു സഹോദരന്, കൂട്ടുവിശ്വാസിക്ക് ദൈവത്തിന്റെ കൃപ പ്രദാനം ചെയ്യുന്നതാണ്, ആത്മാവിന്റെ പ്രകാശനമാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ഏറ്റവും പ്രയോജനം അതാണ് പ്രവചനം. അതുകൊണ്ടാണ് അതിനെ ശ്രേഷ്ഠവരമെന്ന് വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വെളിപ്പാട് ഉൾപ്പെട്ടിരിക്കുന്ന കൃപാവരങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പരിജ്ഞാനത്തിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനം, പ്രവചനം, ഈ മൂന്നിലുമാണ് ദൈവിക വെളിപ്പാടുകൾ അടങ്ങിയിരിക്കുന്നത്. അതില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, ജ്ഞാനത്തിന്റെ വചനവും പരിജ്ഞാനത്തിന്റെ വചനവും ഒക്കെ ചിലപ്പോൾ എന്നെ തന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലായിരിക്കും ദൈവം വെളിപ്പാട് നൽകുന്നത്. പൗലോസ് കപ്പലിലായിരുന്നപ്പോൾ വെളിപ്പാട് ലഭിച്ചു, അത് അവനെയും ബാധിക്കുന്നതാണ്. എന്നാൽ തിരുവെഴുത്തുകളിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല എന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഞാൻ തന്നെ എന്നോട് പ്രവചിച്ചെന്ന്. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നില്ല. കാരണം പ്രവചനം അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു ലക്ഷണം അത് മറ്റുള്ളവർക്കുള്ളൊരു വെളിപ്പാടാണ്. വേറൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു വെളിപ്പാട് എന്നിലൂടെ ദൈവം പ്രസ്താവിക്കുന്നു, അതാണ് പ്രവചനവരം. അപ്പൊ കണ്ടോ, ആ വരം കാംക്ഷിക്കണമെങ്കിൽ, അത് ശരിയായ രീതിയിൽ കാംക്ഷിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ, ശുശ്രൂഷിക്കണമെങ്കിൽ ആത്യന്തികമായിട്ടും സ്നേഹം വേണം. സ്നേഹമില്ലാത്തിടത്ത് ശരിയായ പ്രവചനവരം വെളിപ്പെടുത്തത്തില്ല. പ്രവചനം എന്ന് പറഞ്ഞ് ഈ തോന്നിവാസം നടക്കും, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് മുമ്പോട്ട് കാണാം. പക്ഷെ ശരിയായ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന വരം വരണമെങ്കിൽ, അതിൽ ശുശ്രൂഷിക്കണമെങ്കിൽ ആത്യന്തികമായിട്ടും സ്നേഹം വേണം. കാരണം ഈ വെളിപ്പാട് എൻ്റെ വായിലൂടെ പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രയോജനവുമില്ല. അന്യഭാഷക്കാരൻ സ്വന്തമായിട്ട് ചിലപ്പോൾ ആത്മീക വർധനമൊക്കെ വരുത്തും, വ്യാഖ്യാനിച്ചാൽ മറ്റുള്ളവർക്കും ഗുണമാകും, അപ്പൊ അതിൽ അവനും ഗുണമുണ്ട്. എന്നാൽ പ്രവചനം അങ്ങനല്ല. പ്രവചനം എൻ്റെ സഹോദരന് ഗുണമുണ്ടാകുന്ന, അതുകൊണ്ടാണ് അതിനെ ശ്രേഷ്ഠവരം എന്ന് വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട്, ഏറ്റവും പ്രയോജനകരമായിട്ട് അവരെ ശുശ്രൂഷിക്കുവാൻ എന്നെ സഹായിക്കുന്ന വരം ഏതാണ്? അതാണ് ശ്രേഷ്ഠവരം. 12ന്റെ അവസാനം അത് പറഞ്ഞ് പൗലോസ് നിർത്തിയേച്ച് 14ന്റെ 1 തുടങ്ങുന്നത് വിശേഷാൽ പ്രവചന വരത്തിനായി വാഞ്ചിപ്പീൻ. അപ്പോൾ ഇനി മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ പ്രവചന വരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ 1 കൊരിന്ത്യർ 12, 13, 14 പിന്നെ പുതിയ നിയമത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും പഠിപ്പിച്ചിരിക്കുന്ന എല്ലാ ഉപദേശവും കൂടെ രത്നച്ചുരുക്കത്തിൽ 10 പാഠങ്ങളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്യഭാഷയുടെ കാര്യത്തിൽ നമ്മൾ 10 പാഠങ്ങൾ പഠിച്ചായിരുന്നു. അതേപോലെ ഓടിച്ച് പുതിയ നിയമം പ്രവചനവരത്തെക്കുറിച്ച് പറയുന്ന 10 പാഠങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഈ വരം ശുശ്രൂഷിക്കുന്നവരും ഈ വരത്തിന്റെ ശുശ്രൂഷ പ്രാപിക്കുന്നവരും ഇത് മനസ്സിൽ വെക്കണം. നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പവും സഭകളെ തകർക്കുന്നതും ആത്മീയത കെടുത്തുന്നതും എല്ലാം ഈ വരത്തിന്റെ പേരിലാണ്. അതെല്ലാം ശരിയായ പ്രവചനവരമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പ്രവചന വരത്തിന്റെ പേരിൽ പ്രവാചകൻ വന്ന് ഇത് പറഞ്ഞു, പ്രവാചകൻ വന്ന് അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തോന്നിവാസമാണ്. അതുകൊണ്ട് കാതലായ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ പ്രവചന വരത്തെക്കുറിച്ചുള്ള പുതിയ നിയമത്തിലെ ഉപദേശത്തിന്റെ രത്നചുരുക്കമായിട്ട് 10 പാഠങ്ങൾ. ഒന്നാമത്തെ പാഠം, അത് ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവചനവരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസംഗവരം അല്ല. ഇത് പറയാൻ കാരണം ചില സഭകൾ അങ്ങനെയുണ്ട്, അവർ കൃപാവരങ്ങളിലൊന്നും വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ വെളിപ്പാട് അങ്ങനത്തെയൊക്കെ കൃപാവരങ്ങളിൽ വിശ്വസിക്കാത്ത സഭകളുണ്ട്. വിരാമവാദം എന്ന് പറയും. കൃപാവരങ്ങൾ, ചില കൃപാവരങ്ങൾ, പ്രത്യേകിച്ച് വെളിപ്പാട്, പ്രവചനം, അന്യഭാഷ, ഇതൊക്കെ കർത്താവ് ഈ പുതിയ നിയമം എഴുതി തീർത്തപ്പോൾ അതിനൊക്കെ വിരാമം കുറിച്ചു. അതാണ് വിരാമവാദ സഭകൾ. അങ്ങനത്തെ സഭക്കാർ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പറയുന്നത് ഈ പ്രവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇന്ന് പറയുന്ന പ്രസംഗമാണ്. അപ്പൊ പ്രസംഗിച്ചാൽ മതി, നിങ്ങളെല്ലാവരും പ്രസംഗിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. അതല്ല. കാരണം ഇതേ പൗലോസിന്റെ ഉപദേശം മറ്റു ഭാഗങ്ങളിലേക്ക് എടുത്ത് നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ മനസ്സിലാകും, പ്രവചനവരമെന്ന് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രസംഗവരമല്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. 1 കൊരിന്ത്യർ 11ന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, സഹോദരിമാർ പ്രവചിക്കണം
എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. അപ്പൊ കണ്ടോ, പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ മൂടുപടണം ഇടണം എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോ കടക്കുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, സ്ത്രീകൾ എന്ത് ചെയ്യണം? പ്രവചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പൊ സ്ത്രീ പ്രവചിക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ 1 തിമോത്തിയോസ് 2:12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പൗലോസ്? മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിക്കാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു കൂടുന്ന സഭായോഗങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ ആരാധന യോഗങ്ങളിൽ ഉപദേശിപ്പാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല. മൗനമായി ഇരിപ്പാനേ പാടുള്ളൂ. ആധികാരികമായിട്ട് വചനത്തിൽ നിന്ന് വചനം ഇതാണ് പഠിപ്പിക്കുന്നതെന്ന് ഉപദേശിപ്പാൻ പൗലോസ് പറയാണ്, ഞാൻ അനുവാദം കൊടുക്കുന്നില്ലെന്ന്. അപ്പോ പ്രവചനം എന്തല്ലെന്ന് മനസ്സിലായി? പ്രസംഗമല്ലെന്ന് മനസ്സിലായില്ലേ? ഉപദേശ ശുശ്രൂഷ അല്ല. എന്നാൽ സ്ത്രീകൾ പ്രവചിക്കണമെന്ന് ഇതേ അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. പ്രസംഗവരവും പ്രവചനവരവും ഒന്നല്ല. കാരണം പ്രവചനവരം സ്ത്രീകൾ ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ പ്രസംഗം എന്ന് പറയുമ്പോൾ പ്രബോധനമല്ല ഈ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ചത്തെ മെയിൻ സെർമൺ, ഏറ്റവും മുഖ്യ പ്രസംഗം ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ സഭകളുണ്ട്. അത് തെറ്റാണ്, വചനത്തിന് വിരുദ്ധമായ കാര്യമാണ്. സ്ത്രീകൾ, ആണുങ്ങളും സ്ത്രീകളും എല്ലാം ഒരുമിച്ച് വരുന്ന യോഗത്തിലെ മുഖ്യ പ്രസംഗകനാകാൻ പാടില്ല. ഉപദേശം കൊടുക്കാൻ പാടില്ല. പ്രബോധനം പറയാം. വെളിപ്പാടിലൂടെ കർത്താവ് എന്നോട് ഈ വാക്യത്തിലൂടെ ഒരു കാര്യം സഭയോട് വിളിച്ചു പറയുന്നു, അത് പ്രവചനം പറയാം. ഉപദേശം, ഈ വേദഭാഗത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. ഉപദേശം കൊടുക്കുവാൻ, ആധികാരികമായിട്ട് വചനം പഠിപ്പിക്കാൻ അധികാരമില്ല സ്ത്രീകൾക്ക്. അതൊരു വ്യവസ്ഥയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ അത് പഠിക്കാം. അപ്പൊ കണ്ടോ, പ്രസംഗവരവും പ്രവചനവരവും പൗലോസിന്റെ മനസ്സിൽ 2ആണ്. അത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് ഒന്നാണെന്ന് പറയുന്ന ചില സഭകളുണ്ട്. ആ ചതിക്കുഴിയിൽ നമ്മൾ വീണുപോകരുത്. ഇനി രണ്ടാമത്തേത്, എന്താണ് ഈ പ്രവചനവരം? അല്ലെ, അത് 1 കൊരിന്ത്യരിൽ തന്നെ പല വാക്യങ്ങൾ നമ്മൾ ചേർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു വെളിപ്പാട് പ്രസ്താവിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ് എന്താണ് ഈ പ്രവചനവരം എന്നുള്ളത്. അല്ലെ, അതൊരു വെളിപ്പാട് പ്രസ്താവിക്കുകയാണ്. പക്ഷെ അത് അന്യന്റെ ആത്മീക വർധനവിനായിട്ട് ഞാൻ പ്രസ്താവിക്കുകയാണ്. 1 കൊരിന്ത്യർ 13:2 നമ്മൾ വായിച്ചു, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനങ്ങളും ഞാൻ ഗ്രഹിച്ചിട്ട്. അപ്പൊ മർമ്മങ്ങൾ എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത്. എനിക്ക് അന്ന് വരെ അറിഞ്ഞൂടാത്തൊരു കാര്യം ദൈവം വെളിപ്പെടുത്തി തരികയാണ്. അതാണ് അതിനെ വെളിപ്പാടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാക്യം വായിക്കാം, 1 കൊരിന്ത്യർ 14:26. ഞായറാഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ എന്തൊക്കെ കാണുമെന്ന് അവിടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14:26. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. കണ്ടോ, നിങ്ങളെല്ലാവരും പ്രവചിക്കണം, നിങ്ങളെല്ലാവരും പ്രവചനവരം വാഞ്ചിക്കണം എന്നൊക്കെ പറഞ്ഞ ഈ അപ്പോസ്തലൻ 26-ാമത്തെ വാക്യത്തിൽ ഞായറാഴ്ചത്തെ കൂടിവരവിൽ എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചപ്പം പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റ് നിങ്ങൾ കേട്ടോ. സങ്കീർത്തനം, പാട്ടുപാടുന്നു, ഉപദേശം, അതായത് നമ്മൾ പ്രസംഗം എന്ന് വിളിക്കുന്നത്, വെളിപ്പാട്, പിന്നീട് അന്യഭാഷ, വ്യാഖ്യാനം. അയ്യോ, പ്രവചനം എവിടെ പോയി? അല്ലെ, പ്രവചനവരം ഇത്ര ശ്രേഷ്ഠവരമാണ്, നിങ്ങളെല്ലാവരും വാഞ്ചിക്കണം, നിങ്ങളെല്ലാവരും പ്രവചിക്കണം എന്നൊക്കെ പറഞ്ഞേച്ച് ഈ ലിസ്റ്റിൽ പ്രവചനമൊന്നുമില്ല. പക്ഷെ പകരം എന്താ ഉള്ളത്? വെളിപ്പാട്. അത് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, പ്രവചനം എന്തുമാകാം. പക്ഷെ അത് വെളിപ്പാട് എന്നുള്ള പേരിലാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രവചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം വെളിപ്പെടുത്തി തരുന്ന, അല്ലാതെ ഇപ്പൊ ഞാൻ ബൈബിൾ നോക്കിയാ പ്രസംഗിക്കുന്നു. എന്നാൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം അന്യന്റെ ആത്മീക വർധനവിനായിട്ട് ഞാൻ പ്രസ്താവിക്കുമ്പോഴാണ് അത് പ്രവചനപരമാകുന്നത്. അതെപ്പോഴും ഭാവി കാര്യങ്ങളെ കുറിച്ചാകണമെന്നില്ല. പലപ്പോഴും നമ്മൾ വചനത്തിലൊക്കെ കണ്ടിട്ടുള്ളത് പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവി കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അതെപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ഇപ്പോൾ ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായം തന്നെ നിങ്ങളൊന്ന് നോക്കിയേ. അതിന്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം.
1 കൊരിന്ത്യർ 14:24-25. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ ആ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്ത് വന്നാൽ എല്ലാ അവിശ്വാസിയോ ആത്മീക വരമില്ലാത്തവനോ സഭയ്ക്കകത്ത് വന്നു. പൗലോസ് പറഞ്ഞ പോലെ എല്ലാവരും പ്രവചന വരത്തിൽ അങ്ങ് നീങ്ങി. അപ്പൊ എന്ത് സംഭവിക്കും? എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. പാപബോധം വരും. ആ അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. വിവേചിക്കപ്പെടും. ആ അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും. ആ അങ്ങനെ അവൻ കവിണ്ണു വീണ് അവൻ കവിണ്ണ് വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ദൈവത്തെ നമസ്കരിക്കും. അപ്പൊ കണ്ടോ, പ്രവചന വരം നീങ്ങിയപ്പോ അവന്റെ ഭാവി ഒന്നും അല്ല അവിടെ വെളിപ്പെട്ടു വന്നു. നീ നാളെ അമേരിക്കയിൽ പോകുന്നൊന്നും അല്ല അവിടെ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ കള്ളപ്രവചനം മുഴുവൻ അതേ ഉള്ളൂ. ഭാവി 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 അല്ലേ? പണ്ടാരോണ്ടോ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികൾക്കുള്ള ജ്യോതിഷമാണ് പ്രവചനം. അത് തെറ്റ്. അതല്ല പ്രവചനം. ഇത് ജ്യോതിഷം പറച്ചിലല്ല. ഭാവിയിൽ ഇത് നടക്കും അത് നടക്കും എന്ന് പറയുന്നതല്ല. അതാകാം, വെളിപ്പാടെന്ന് പറയുമ്പോൾ അതും ആകാം. പക്ഷേ ഇവിടെ കണ്ടോ, ഭാവി കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു. അവന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന രഹസ്യ പാപങ്ങൾ പുറത്തു വന്നു. അവന് പാപബോധമുണ്ടായി. സകലരാലും അവൻ വിവേചിക്കപ്പെട്ടു. അവന്റെ മുഖംമൂടിയൊക്കെ അഴിച്ച് അവൻ പച്ചയായ മനുഷ്യനായി. എടാ, നീ ഈ പാപത്തിൽ ജീവിക്കുന്നവനല്ലേ എന്ന് ദൈവം സഭയിലൂടെ വെളിപ്പെടുത്തി. അവൻ കവിണ്ണു വീണ് പാപമേറ്റു പറഞ്ഞ്, അയ്യോ സത്യമായിട്ടും ദൈവം ഇവിടെ ഉണ്ട്. കാരണം ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ദാ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അങ്ങനെ രഹസ്യ പാപത്തിലൊക്കെ ജീവിക്കുന്ന വ്യക്തികൾ പാപം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നതിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു വരമാണ് എന്ത്? പ്രവചനം. ഇന്ന് നമുക്ക് അങ്ങനത്തെ പ്രവചനം വല്ലതും ഉണ്ടോ? രഹസ്യ പാപങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന പ്രവചനം? അങ്ങനത്തെ പ്രവാചകന്മാരും ഇല്ല. പാപത്തിന് കയ്യടി അടിച്ച കുറച്ചുകൂടെ പാപം, അമേരിക്കയിലും പോയി പാപം ചെയ്യാൻ എന്താ പ്രവചനം എന്ന് പറഞ്ഞു വരുന്ന വഷളന്മാരാണ് ഇന്ന് കൂടുതൽ പ്രവാചകന്മാർ. ഇന്ന് നല്ല പ്രവാചകന്മാരുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ശക്തനായ ഒരു പ്രവാചകനുണ്ട് നമ്മുടെ ഗ്രാമീണ ശുശ്രൂഷയിൽ. പുള്ളി പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്, ഒരു മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്, കർത്താവ് രഹസ്യ പാപങ്ങളൊക്കെ അങ്ങോട്ട് വെളിപ്പെടുത്തിയാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോഴേ എല്ലാവരും ഇരുന്ന് കിടുങ്ങും. പുള്ളി പ്രാർത്ഥിച്ചു തുടങ്ങുന്നേ അങ്ങനെ, കർത്താവ് രഹസ്യ പാപങ്ങളൊക്കെ തുറന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ കണ്ടവരെയൊക്കെ കയറി കുറ്റം വിധിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല. വളരെ സ്നേഹവാനായ ഒരു സഹോദരനാണ്. പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതാണ്, ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരട്ടെ, സത്യാവസ്ഥയൊക്കെ പുറത്തോട്ട് വരട്ടെ, ഈ കപടഭക്തിയൊക്കെ പൊളിയട്ടെ, ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളൊക്കെ വിവേചിക്കപ്പെടട്ടെ. എന്ത് നല്ല വരമാണ്! കപടഭക്തിക്കാർക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല അങ്ങനത്തെ സഭയിൽ. ദൈവം ഇവിടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉളവാക്കും. അപ്പൊ കണ്ടോ, ഭാവി കാര്യം തന്നെ ആകണമെന്നില്ല. അത് ദൈവത്തിന്റെ ഒരു വെളിപ്പാടെന്നേ ഉള്ളൂ. ഈ പ്രവചന വരത്തില് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഒരു വെളിപ്പാട് ദൈവം നൽകുന്നു. അതിനെ വിവേചിച്ച്, അതിനെ വ്യാഖ്യാനിച്ച് മനുഷ്യൻ പ്രസ്താവിക്കുന്നു. ഇതാണ് പ്രവചനത്തിൽ സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ മുന്നോട്ട് പോകുന്ന ഒരു പാഠത്തിൽ ഞാൻ സൂചിപ്പിക്കാം. മൂന്നാമതായിട്ട് എന്താണ് ഈ പ്രവചന വരത്തിലൂടെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്? 14:3 വായിക്കാം. 1 കൊരിന്ത്യർ 14:3. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. മനുഷ്യരോടാണ് ഈ പ്രസ്താവന. അന്യഭാഷ ദൈവത്തിലേക്ക് മനുഷ്യന്റെ പ്രസ്താവനയാണ്, അല്ലെ? അങ്ങോട്ടുള്ള ആശയവിനിമയമാണ്. പാട്ടാകാം, പ്രാർത്ഥനയാകാം, സ്തോത്രം പറച്ചിലാകാം. അത് മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ഒരു ആശയവിനിമയമാണ്. ഇവിടെ ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ആശയവിനിമയമാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ്? ആത്മീക വർധനവ്, അതായത് ക്രിസ്തുവിൽ പണിയുക. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ആത്മീക വർധന എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ മൂല ഭാഷയിലെ അർത്ഥം ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനം കെട്ടിവെച്ച് ആ കെട്ടിടത്തെ പിന്നെ കെട്ടിപ്പൊക്കുന്നതിനെയാണ്. അതാണ് ക്രിസ്തുവിൽ നമ്മൾ വന്നു, രക്ഷിക്കപ്പെട്ടു, അടിസ്ഥാനമിട്ടു, ഇനി ക്രിസ്തുവിൽ വളരുക. ആ വളർച്ച പ്രദാനം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആത്മീക വർധനവ് ഉളവാക്കുക. അപ്പൊ അതിനാണ് പ്രവചനം, ആത്മീക വർധനവ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് പ്രബോധനം, ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. ഇങ്ങനല്ല ചിന്തിക്കേണ്ടത്, ദൈവീക കാഴ്ചപ്പാടുകളോട് ചേർന്ന് പോകുന്ന രീതിയിൽ ചിന്തിക്കണം. ബുദ്ധി ഉപദേശം, അതാണ് പ്രബോധനം. ബോധം ഉളവാക്കി കൊടുക്കുന്നു. മൂന്നാമത് ആശ്വാസം, ധൈര്യം പകർന്നു കൊടുക്കും. സാരമില്ല, ദൈവം കൂടെയുണ്ട്, ഈ പ്രശ്നത്തിന്റെ പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട് എന്ന് ഒരു പ്രവചനം വരുമ്പോൾ നമുക്ക് ധൈര്യമായി, ഇതൊന്നും ദൈവം അറിയാതൊന്നും അല്ല, ദൈവത്തിനൊക്കെ അറിയാം, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ധൈര്യം വരത്തില്ലേ?
അതാണ് ആശ്വാസം. അപ്പൊ കണ്ടോ, പ്രവചന വരത്തിൽ ദൈവം ഈ വെളിപ്പാട് പകരുന്നതിന്റെ 3 ഉദ്ദേശങ്ങൾ: ആത്മീക വർധന, പ്രബോധനം, ആശ്വാസം. അപ്പോ ഭാവി പറച്ചിലിനുള്ള ഒരു, എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോതിഷമല്ല ഇത് കർത്താവിൽ നമ്മെ പണിയുവാനുള്ള ഒരു കൃപാവരമാണ്. ഇനി 4-ാമത്തെ പാഠം, പ്രവചനവരം ഞാൻ നേരത്തെ പറഞ്ഞ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്ന ഒരു കൃപാവരമാണ്. അത് 1 കൊരിന്ത്യർ 14:4-5 ഞാൻ തന്നെ വായിക്കാം. അവിടെയാണ് അപ്പോസ്തലൻ അന്യഭാഷയുമായിട്ട് താരതമ്യം ചെയ്ത് പറയുന്നൊരു കാര്യമാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. വ്യാഖ്യാനിക്കാത്ത അന്യഭാഷ കേട്ടതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല. പറയുന്നവന് പക്ഷേ ആത്മാവുമായിട്ടുള്ള സംസർഗ നിമിത്തം അവന് ആത്മീക വർധന ഉണ്ടാകുന്നുണ്ട്. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. കാരണം പ്രവചനം ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയിൽ ദൈവത്തിന്റെ വെളിപ്പാട് പ്രസ്താവിക്കുകയാണ്. അത് ഭാഷ മനസ്സിലാകുന്ന ഏവനും ആത്മീക വർധനവ് പ്രദാനം ചെയ്യും. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. ഇത്ര പ്രയോജനകരമായ ഒരു വരമായതുകൊണ്ട് എല്ലാവരും പ്രവചിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹം. എല്ലാവരും അന്യഭാഷ പറയണമെന്നുള്ള അതേ സ്വരത്തിൽ പറയുകയാണ്, എല്ലാവരും പ്രവചിക്കണം. നമ്മുടെ നാട്ടിൽ ഈ ഒരു ചിന്താഗതിയില്ല. പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ കൂടിയ 1-2 ദേവദാസന്മാർ അല്ല, എല്ലാവരും പ്രവചിക്കുവാൻ വാഞ്ചയുള്ളവരും പ്രാർത്ഥിക്കേണ്ടവരുമാണ്. സഹോദര സ്നേഹം നിമിത്തം എനിക്ക് എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ കാണുമ്പോൾ ഒരു ദൈവിക വെളിപ്പാട് പറഞ്ഞ് അവർക്ക് ആത്മീക വർധനവ് പകർന്നു കൊടുക്കണം, അവരെ ധൈര്യപ്പെടുത്തണം, എനിക്ക് അവരെ ആശ്വസിപ്പിക്കണമെന്നുള്ള ഉള്ളങ്ങളുള്ള സഹോദര സ്നേഹമുള്ളവരായിരിക്കണം സഭയ്ക്കകത്തുള്ള എല്ലാവരും. കാരണം ഇത്രയും പ്രയോജനപ്പെടുത്തുന്ന വേറൊരു കൃപാവരമില്ല. സഭയ്ക്ക് ആത്മീക, നമ്മളെല്ലാം സ്വാർത്ഥരാണ്. എല്ലാവരും അന്യഭാഷയും പറഞ്ഞ് സ്വന്തം അനുഭൂതിയിൽ ഇങ്ങനെ മറന്നിരിക്കുകയാണ്. ചില ഈ കള്ളുകുടിയന്മാരും ഈ മയക്കുമരുന്ന് അടിക്കുന്നവന്മാരും എല്ലാവരും ഓരോന്നടിച്ച് എല്ലാവരും ഏതോ സ്വർഗത്തിൽ കിടക്കുന്ന പോലെ നമ്മുടെ പല സഭകളും ഇങ്ങനെയാണ്. എല്ലാവരും അങ്ങ് അന്യഭാഷയൊക്കെ പറഞ്ഞ് ഞാനൊരു സ്വർഗത്തിൽ പോയി, നീ വേറൊരു സ്വർഗത്തിൽ പോക്കോ. അങ്ങനെ ഈ അനുഭൂതി കൊണ്ട് കിടക്കുകയല്ല. എൻ്റെ സഹോദരന് ആത്മീക വർധന വരുത്തുന്ന, പ്രയോജനം വരുത്തുന്ന, സഭയ്ക്ക് പ്രയോജനം വരുന്നൊരു ആത്മീക വരമാണെങ്കിൽ എനിക്കത് വേണം എന്ന് വാഞ്ചയുള്ളവരായിരിക്കണം നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവരും പ്രവചിക്കണം, എല്ലാവരും കാംക്ഷിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. 5-ാമതായിട്ട് എന്താണ് അതിൻ്റെ അനന്തരഫലം? അത് നമ്മൾ കണ്ടു. രഹസ്യപാപങ്ങളെല്ലാം വെളിപ്പെടുത്തി എന്തുളവാക്കുന്നു? ദൈവഭയം ഉളവാക്കുന്നു. ശരിയായ പ്രവചന വരത്തിന്റെ അനന്തരഫലം അതാണ്. പാപമെല്ലാം നീങ്ങി ദൈവമായിട്ട് അടുത്തു. ആത്മീക വർധനവും ആശ്വാസവും പ്രബോധനവും ഒക്കെ കടന്നു വരുന്നത് അങ്ങനെയാണ്. പാപമൊക്കെ നീങ്ങും. രഹസ്യപാപം നീക്കാത്ത പ്രവചനത്തിന്റെ പുറകെ പോകരുത്. എല്ലാ പ്രവചനവും രഹസ്യപാപത്തെക്കുറിച്ചായിരിക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഈ പ്രവാചകൻ രഹസ്യപാപത്തെ ഒന്നും തൊടുന്നില്ല. അവൻ പ്രവാചകനൊന്നുമല്ല. അവൻ ഏതോ തട്ടുപൊളിപ്പൻ, ആളെ കയ്യിലെടുക്കുന്ന ഏതോ ഒരു കബളിപ്പിക്കുന്ന ഒരുത്തനാണ്. ഒരിക്കൽ പോലും പാപമെന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രവചനവും പറയാത്ത ചില പ്രവാചകന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതൊന്നും ശരിയായ പ്രവചനമല്ല. ശരിയായ പ്രവചനം എപ്പോഴും ദൈവീക ഭയം ഉളവാക്കുന്നതായിരിക്കണം. ഇനി 6-ാമതായിട്ട് എങ്ങനെ ഈ പ്രവചന വരം സഭായോഗങ്ങളിൽ നടത്തണം, ആ ക്രമീകരണം എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചു കേൾക്കാം. 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. അപ്പൊ കണ്ടോ, അന്യഭാഷയുടെ കാര്യത്തിൽ നമ്മൾ ക്രമീകരണം കണ്ടു. 2-3 പേർ ഓരോരുത്തർ ക്രമമായി അത് വ്യാഖ്യാനിക്കപ്പെടണം, അല്ലെങ്കിൽ മിണ്ടാതെ ദൈവം മാത്രം കേൾക്കുന്ന ഒച്ചയിൽ മാത്രമേ അത് പറയാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പ്രവചന വരത്തിനും ക്രമീകരണമുണ്ട്. അതെങ്ങനെ നടത്തണം? 2-3 പേർ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റുള്ളവർ അതിനെ വിവേചിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. വിവേചിക്കണം എന്ന് മാത്രമല്ല, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരുവന് വെളിപ്പാട് കിട്ടിയാൽ ഈ വെളിപ്പാട് കിട്ടിയവൻ സംസാരിക്കണം. അല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ കണ്ടോ, ഓരോരുത്തരായിട്ട് ക്രമമായിട്ട്
വെളിപ്പാട് കിട്ടിയവൻ ആരാണോ അവൻ സംസാരിക്കണം. എല്ലാവരും പഠിപ്പാനും പ്രബോധിപ്പാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ. ക്രമമായിട്ട് പ്രവചിക്കാം. പ്രവചനം വരുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ കൺട്രോളും പോയെന്ന് പറയുന്നത് ശരിയായ പ്രവചനമല്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞതിന് ശേഷം പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നല്ലോ. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമത്രേ. ഇന്ന് ചിലപ്പോഴൊക്കെ കൃപാവരങ്ങളിൽ അങ്ങോട്ട് ജ്വലിക്കുമ്പോഴത്തേക്ക് പിന്നെ ബാധ കയറിയ പോലത്തെ പെരുമാറ്റം. അവന് വെളിപ്പാട് വന്നിട്ട് അവന് പ്രവചിക്കണമെങ്കിൽ പറ്റത്തില്ല, എനിക്കിപ്പോ പറഞ്ഞേ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്ന ഈ കൺട്രോൾ പോയെന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവേ അല്ല. ഇന്ദ്രിയ ജയം ആത്മാവിന്റെ ഒരു ഫലമാണ്. അപ്പൊ കൺട്രോൾ പോയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് ക്രമമായിട്ടും ആ ചിട്ടയിലൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ആത്മാവ് ഇറങ്ങിയത് കൊണ്ട് ഒന്നും പാലിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന കപട ഭക്തി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കപട ആത്മീയത അല്ല ഇവിടെ പൗലോസ് പറയുന്നത്. ആത്മാവ് ഇറങ്ങിയാലും വെളിപ്പാട് വന്നാലും ക്രമമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. കാരണം പ്രവാചകന്റെ ആത്മാവ് പ്രവാചകനോട് കീഴടങ്ങിയിരിക്കുന്നു. ഇപ്പം മിണ്ടായിരിക്കുക, അവൻ പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞാൽ മിണ്ടായിരിക്കാൻ പറ്റും. അല്ലാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണ്. അത് ഈ അനുഭൂതി കയറിപ്പോകുന്ന മറ്റേ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്ര. എല്ലാം ചിട്ടയായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ആത്മാവ് ഒന്നുമില്ല, അലങ്കോലമായാലേ ആത്മീയതയുടെ ഉത്തംഗത എത്തുമെന്ന് ഇന്ന് ചില പഠിപ്പീരുണ്ട്. അതായത് 11 മണിക്ക് തീർക്കേണ്ട പ്രസംഗം 12:30 തീരുന്നില്ല, ഭയങ്കര ആത്മീയത. ഒന്നുമില്ല, ചപ്പുചവറായി പ്രസംഗിച്ചോണ്ടില്ല, അല്ലെ? സമയമൊക്കെ തെറ്റിച്ച് അലങ്കോലമായ ഉണർവായെന്ന് നമ്മുടെ ഇടയിൽ ഒരു ചിന്താഗതി ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കലക്കത്തിന്റെ ആത്മാവല്ല, സമാധാനത്തിന്റെ. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കായിട്ട് ചിട്ടയായിട്ടൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ കണ്ടോ, വളരെ ചിട്ടയോടെ ചെയ്യണം. ഇവിടെ ഏറ്റവും കാതലായ വിഷയം, പ്രവചിക്കുമ്പോൾ മറ്റു വ്യക്തികൾ എന്ത് ചെയ്യണം? അതിനെ വിവേചിക്കണം. അതാണ് ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനിടയിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അവിടെ ഈ വിവേചിക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മിണ്ടാതിരിക്കണമെന്ന് അവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് പ്രവചിക്കാമെങ്കിലും വിവേചിക്കേണ്ടത് സഭയിലെ മൂപ്പന്മാരും പുരുഷന്മാരുമാണ്. വിവേചനമൊന്നും സ്ത്രീകൾക്ക് കൂടുതൽ, കാരണം അവിടെ ഉപദേശപരമായ വ്യാഖ്യാന വിഷയങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് അത് അനുവദിച്ചിട്ടില്ല, മൗനമായിരിക്കണം. അപ്പോ 7ാമത്തെ പാഠം, പ്രവചനവരത്തിലൂടെയുള്ള പ്രവചനം വിവേചിക്കപ്പെടണം. വിവേചിക്കുക എന്ന് പറഞ്ഞാല് ജഡ്ജ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് തീരുമാനമെടുക്കണം, ഇത് ശരിയോ തെറ്റോ എന്ന്. അപ്പൊ നമ്മുടെ സാധാരണയുള്ള പ്രവചനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടില് ഈ 7ാമത്തെ പാഠം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം പ്രവചനം എന്താണ്? ദൈവം സംസാരിക്കുന്നു. അപ്പൊ ദൈവം സംസാരിക്കണം, പിന്നെ എന്തോന്ന് മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് ഇത് അതാണോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെയാണ് പ്രവചന വരവും യെശയ്യാവിന്റെയും യെരമ്യാവിന്റെയും ഒക്കെ പ്രവചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് സകല വിശ്വാസികളിലും കടന്നു വന്നതിന് ശേഷമുള്ള പ്രവചന വരത്തിലൂടെ ഉളവാകുന്ന പ്രവചനവും പഴയ നിയമത്തിലൊക്കെ ഉള്ള യെശയ്യാവിന്റെ പ്രവചനം യെരമ്യാവിന്റെ പ്രവചനവും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം യെരമ്യാവും യെശയ്യാവും ഒക്കെ പ്രവചിച്ചാൽ അത് വിവേചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ബൈബിളിൽ എടുത്തു വെക്കാം. ഇന്നൊരുത്തം പ്രവചിച്ചാൽ അത് ബൈബിൾ നമ്മൾ എടുത്തു വെക്കാറില്ല. അതെന്താ കാരണം? കാരണം വ്യത്യാസമുണ്ട്. ഇത് വിവേചിക്കപ്പെടേണ്ട ഒരു പ്രവചനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വിവേചിക്കപ്പെടണം. ഇന്ന് പലരും ഒരു പ്രവാചകം പറഞ്ഞാൽ അത് വേദവാക്യം പോലെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല, അതിനെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കാറില്ല, ഒന്നുമില്ല. പ്രവാചകം പറഞ്ഞു നടന്നിരിക്കും. പ്രവാചകൻ ആരാ? ദൈവവും. നമ്മൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ദൈവം സംസാരിക്കുകയാണ്, ദൈവം വെളിപ്പാട് കൊടുക്കുകയാണ്. പക്ഷെ ആ വെളിപ്പാടിനെ വ്യാഖ്യാനിച്ച് പ്രസ്താവിക്കുന്നത് ഒരു മനുഷ്യനായതുകൊണ്ട് മാനുഷികമായ കുഴപ്പങ്ങൾ, അബദ്ധങ്ങളൊക്കെ അതിൽ കയറി വരും. അതുകൊണ്ടാണ് അതിനെ വിവേചിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിവേചിക്കുക എന്ന് പറയുമ്പോൾ ഇത് കള്ളപ്രവാചകനാണോ എന്നല്ല നോക്കേണ്ടത്. ഈ പ്രവചനത്തിൽ എന്താണ് ദൈവത്തിന്റെ വെളിപ്പാട്, എന്താണ് പ്രവാചകൻ അവന്റെ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയത്, ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തല പ്രവർത്തികൾ 21-ാമത്തെ അധ്യായം 8 മുതൽ 14 വരെ ഒരു സംഭവം പൗലോസിന്റെ ജീവിതത്തിൽ നടന്ന കാര്യമുണ്ട്. ശ്രദ്ധിച്ച് നമുക്കത് കേൾക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 21, 8 മുതൽ 14. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരയിലെത്തി. 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു.
അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞും എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അവനെ സമ്മതിപ്പിച്ചു കൂടായകയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു. അപ്പൊ ഇവിടുത്തെ സംഭവകഥ ഇതാണ്. അപ്പോസ്തലനായ പൗലോസ് യെരൂശലേമിൽ പോയാൽ യഹൂദന്മാർ പിടിച്ച് കെട്ടി റോമാക്കാരുടെ കയ്യിൽ കൊടുക്കും. ഇതാണ് പ്രവചനം. ഇനി സംഭവിച്ചത് എന്താണ്? 21-ാം അധ്യായത്തിന്റെ 26 മുതൽ 33 വരെയുള്ള വചനം നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു. അവരിൽ ഓരോരുത്തരത്തിനു വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു. ആ 7 ദിവസം തീരാറായപ്പോൾ ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെ ഒക്കെയും ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പിൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നത്. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചു കൂകി. അവർ മുമ്പേ എഫേസ്യനായ ത്രോഫിമോസിനെ അവനോട് കൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു. നഗരമെല്ലാം ഇളകി ജനം ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിനെ പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി. ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരൂശലേം ഒക്കെയും കലക്കത്തിലായി എന്ന് പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനമെത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്നത് നിർത്തി. സഹസ്രാധിപൻ അടുത്തു വന്ന് അവനെ പിടിച്ച് 2 ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു. ആർ എന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു. അപ്പൊ ഇതാണ് സംഭവിച്ചത്. ആദ്യം വായിച്ചത് പ്രവചനം. പ്രവചനത്തിൽ എന്താ പറഞ്ഞത്? 11-ാം വാക്യം നോക്കിയാൽ അറിയാം. പ്രവചനത്തിൽ അഗബോസ് പറഞ്ഞത്, ഞാൻ ദാ ഒരു വെളിപ്പാട് കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് ബന്ധിക്കപ്പെട്ട് യഹൂദന്മാരാൽ യവനന്മാരുടെ കയ്യിൽ അല്ലെങ്കിൽ റോമാക്കാരുടെ കയ്യിൽ പോകുന്നു. എന്നാൽ പിന്നീട് നമ്മൾ വായിച്ച സംഭവകഥയിൽ സംഭവിച്ചത് എന്താണ്? യഹൂദന്മാർ തല്ലിക്കൊല്ലാൻ നോക്കിയപ്പോൾ ആ കലാപത്തിന്റെ ഇടയിലേക്ക് റോമാക്കാർ കടന്നു വരികയും അവര് സ്വമേധ ചങ്ങല കെട്ടി പൗലോസിനെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ സംഭവമൊക്കെ ഏതാണ്ട് ശരിയാണേലും ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? യഹൂദന്മാര് ബന്ധിപ്പിച്ച് റോമാക്കാരുടെ കയ്യിലൊന്നും കൊടുത്തില്ല. യഹൂദന്മാര് കാരണം ബന്ധിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ റോമാക്കാര് സ്വമേധ വന്നാണ് ബന്ധിച്ചുകൊണ്ട് പോയത് അല്ലെ? അപ്പൊ കണ്ടോ, പ്രവചനം തെറ്റിയെന്നല്ല ഈ പറയുന്നത്. പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അച്ചട്ടായിട്ട് അത് സംഭവിച്ചില്ല. എന്നാൽ യെശയ്യാവിന്റെ പ്രവചനവും യെരമ്യാവിന്റെ പ്രവചനവും മറ്റ് പ്രവചന പുസ്തകങ്ങളും വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പ്രവചനം അങ്ങനല്ല. അത് തിരുവെഴുത്തുകളായതുകൊണ്ട് ഒരക്ഷരം പോലും അത് തെറ്റുകയില്ല. അത് തിരുവചനമാണ്. ഇന്നത്തെ പ്രവചനം നമ്മൾ അതുപോലെ എടുത്ത് ബൈബിളിന്റെ ബാക്കി വെക്കാനുള്ളതല്ല. കാരണം വെളിപ്പാട് ദൈവത്തിൽ നിന്നാണേലും അത് എടുത്തു പറയുന്ന മനുഷ്യന്റെ വ്യാഖ്യാനത്തിൽ ചിലപ്പോൾ തെറ്റൊക്കെ വന്നിരിക്കും. പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇത് വചനത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. കാരണം പ്രവചന വരത്തിലൂടെ കടന്നു വരുന്ന പ്രവചനം ഞാനും നിങ്ങളും ഒക്കെ പ്രവചിക്കുമ്പോൾ നമ്മൾ യെശയ്യാവും യെരമ്യാവിന്റെയും കൂട്ടത്തിലൊന്നും പെട്ടില്ല. നമ്മളെല്ലാം പ്രവാചകന്മാർ ആ ഗണത്തിൽപ്പെട്ടില്ല. പ്രവചന വരം എന്ന് പറയുമ്പോൾ വെളിപ്പാട് പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. ആ പ്രസ്താവന ദൈവനിശ്വാസീയമല്ല. എന്നാൽ തിരുവെഴുത്ത് അങ്ങനല്ല. യെശയ്യാവിന് വെളിപ്പാടും കൊടുത്തു. ആ വെളിപ്പാട് കർത്താവ് എങ്ങനെ എഴുതണമെന്നുള്ള ആ വാക്കും ദൈവം കൊടുത്തു. അതുകൊണ്ടാണ് തിമോത്തിയോസില് പൗലോസ് പറയുന്നത് എല്ലാ തിരുവെഴുത്തുകളും ദൈവനിശ്വാസീയമാണ്. ദൈവനിശ്വാസീയമാണെന്ന് പറഞ്ഞാൽ വെളിപ്പാടും ആ വെളിപ്പാട് രേഖപ്പെടുത്തേണ്ട വാക്കുകളും ദൈവം തന്നെ കൊടുത്തു. എന്നാൽ ഇന്ന് ഞാൻ പ്രവചന വരത്തിൽ നീങ്ങുമ്പോൾ വെളിപ്പാട് ദൈവത്തിൽ നിന്ന് വരുന്നെങ്കിലും ഞാൻ പറയുന്ന ഓരോ വാക്കും ദൈവത്തിൻ്റെ ഒന്നുമല്ല. അപ്പൊ ഞാൻ ഈ വെളിപ്പാട് കണ്ട് വ്യാഖ്യാനിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അഗബോസിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ദാണ്ട പൗലോസ് കൈയൊക്കെ കെട്ടി ദാണ്ട റോമാക്കാരുടെ കയ്യിലിരിക്കുന്നു, സ്ഥലം യെരൂശലേമാണ്. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി യഹൂദന്മാര് കെട്ടിക്കൊടുക്കുമെന്ന്. പക്ഷെ അങ്ങനല്ല സംഭവിച്ചത്. അത് വചനത്തിൽ തന്നെ തെളിവായിട്ടുണ്ട്. അതുകൊണ്ട് പ്രവചനം കേൾക്കുമ്പോൾ
പ്രവചന വരത്തിൽ ഒരു വ്യക്തി നീങ്ങുമ്പോൾ മറ്റുള്ളവർ എന്തോ ചെയ്യണം? വിവേചിക്കണം. അയ്യോ ബ്രദർ, എങ്ങനെയാ വിവേചിക്കേണ്ടേ? അപ്പൊ വിവേചിക്കുവാൻ വളരെ വേഗത്തിൽ, സമയം തീർന്നു പോകുന്നു, വളരെ വേഗത്തിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ആവർത്തന പുസ്തകം 18:22 പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞാൽ അത് സംഭവിക്കണം. അത് സംഭവിച്ചില്ലേ അത് തെറ്റായ പ്രവചനം. അത് ഒന്നാമത്തേത്, വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് 13:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 13:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകൻ വന്നിട്ട് ഒരു അടയാളം പറഞ്ഞു, എന്നിട്ട് ആ അടയാളം സംഭവിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ പറയും ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ പരീക്ഷ പാസ്സായി, പറഞ്ഞ കാര്യം സംഭവിച്ചു. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാലും വിവേചിക്കണം. കാരണം എന്താണ്? ഇവിടെ അത് സംഭവിച്ചു കഴിഞ്ഞ് അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ അറിയാത്തൊരു അന്യ ദൈവത്തെ പോയി സേവിക്കാവും. പല വിശ്വാസികളും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പണ്ടൊരു ജ്യോതിഷം പറഞ്ഞു താണ്ട സംഭവിച്ചു. ജ്യോതിഷം പറഞ്ഞത് സംഭവിച്ചു. ജ്യോതിഷൻ പിന്നെന്തോ പറയുന്നത്? വാ മറ്റേ ദൈവത്തിൻ്റെ അടുത്ത് വാന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 13:2 മുതൽ 4 മോശ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും അവന്റെ ഉപദേശം സത്യമാണോ എന്ന് നിങ്ങൾ വിവേചിക്കണം. കാരണം അവൻ ഇങ്ങനെ പറയുന്നത് യഹോവ നിങ്ങളുടെ ഹൃദയത്തെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി 13:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ പ്രവചനം സംഭവിക്കണം. സംഭവിച്ചു കഴിഞ്ഞാലും ഉപദേശപരമായിട്ട് സത്യം പറയുന്ന പ്രവാചകനാണോ എന്ന് നോക്കണം, അല്ലേ? മൂന്നാമതായിട്ട് ദൈവാത്മാവിന്റെ സമാധാനം ഉള്ളിൽ കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. റോമാലേഖനം 8:6 പറയുന്നു, ആത്മാവിന്റെ ചിന്ത, ആത്മാവിന്റെ ബുദ്ധി സമാധാനമാകുന്നു. ആത്മാവ് ഒരു ആലോചന പറഞ്ഞാൽ അവിടെ സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്നത് ഉള്ളിൽ വളരെ സുഖം എന്നുള്ള അർത്ഥമല്ല. ഇപ്പൊ എന്നോട് ഒരാൾ പറയണം അമേരിക്കയിൽ പോയി വലിയ രാജാവ് എന്ന് പറഞ്ഞാൽ, ഓ സമാധാനം, ആ സമാധാനമല്ല ഇത്. ഇതെന്താണ്? ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ഉളവാകുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് റോമാലേഖനം 12:1-2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ യാഗമായി സമർപ്പിക്കുക, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരം എടുത്തുക, പുതുക്കുക. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം? ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. ആ സംസർഗത്തിന്റെ ഒരു ഫലമായ സമാധാനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനും എൻ്റെ ദൈവവും ഒരേ മനസ്സാണ്. അപ്പൊ അത് സമാധാനം, ആ സമാധാനം നമ്മൾ ജഡത്തിൽ തോന്നുന്ന സമാധാനമല്ല, ശരിയായ ദൈവിക സമാധാനം ഉളവാക്കുന്നതാണോ എന്ന് ആ പ്രവചനം നമ്മൾ വിവേചിക്കണം. പിന്നീട് സദൃശ്യവാക്യം 11:14 പറഞ്ഞിട്ടുണ്ട്, ഉപദേഷ്ടാക്കന്മാരുള്ളിടത്ത് ജയം കൈവരിക്കും. അതായത് നിങ്ങളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരികൾ, അപ്പൻ, അമ്മ, പാസ്റ്റർ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർ, ഇവരുടെയൊക്കെ ആലോചനയുമായിട്ട് ഈ പ്രവചനം ഒന്ന് തട്ടിച്ചു നോക്കണം. അവരെല്ലാം പറയുകയാണ്, നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു മിഷണറിയാണ്, ഇന്നലെ വന്നൊരു പ്രവാചകൻ പറയുകയാണ്, അല്ല നീ അമേരിക്ക പോയി രാജാവാനാന്ന് പറഞ്ഞാൽ തട്ടിച്ചു നോക്കിയിട്ട് പറയണം പ്രവചനം തെറ്റ്, പൊട്ടത്തെറ്റ്, ഏതോ ജഡീകം എന്ന് എന്തോ പറഞ്ഞു പോയി. കണ്ടോ? അപ്പൊ ദൈവം വെച്ചിരിക്കുന്ന അധികാരികൾ, ആ മാർഗദർശികൾ, അവരുടെ ഉപദേശവുമായിട്ട് തട്ടിച്ചു നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ദൈവം നയിക്കുന്ന ആ ആത്മാവിന്റെ നയിപ്പുമായിട്ട് ചേർന്ന് നോക്കണം. ഇവിടെ നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തില് ഇവിടെ പ്രവാചകൻ വന്നിട്ട് പൗലോസിനോട് പറയുകയാണ്, പൗലോസേ യെരുശലേമിൽ പോകരുത്, വലിയ പ്രശ്നമാണ്. പക്ഷെ പൗലോസ് കേട്ടോ? ആ ദൈവം പറഞ്ഞതാണെങ്കിൽ പിന്നെന്താ പൗലോസ് അനുസരിക്കാത്ത? അപ്പൊ ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യനാണോ പൗലോസ്? അതാണ് ഈ പ്രവചനം. വെളിപ്പാടാണേലും മനുഷ്യന്റെ പ്രസ്താവനയാണ്. അതുകൊണ്ട് എന്താണ്, അത് ചിലപ്പോൾ അനുസരിച്ചില്ലെന്നും വരും അപ്പോസ്തലൻ, അല്ലെ? അതെന്താ അനുസരിക്കാത്ത? അത് കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 20:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്നോട് പല പ്രാവശ്യമായിട്ട് ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്, ഞാൻ പോകുന്ന എല്ലാ നഗരത്തിലും എനിക്ക് പീഡയും ഉപദ്രവവും കാത്തിരിക്കുന്നു, കാരാഗ്രഹം കാത്തിരിക്കുന്നു. ഞാൻ മരിക്കേണ്ട വ്യക്തിയാണെന്ന് എനിക്കറിയാം, ദൈവം എന്നെ നയിക്കുകയാണ്. അപ്പോൾ എനിക്ക് അപകടം വരുമെന്നൊരു വ്യക്തിക്ക് വെളിപ്പാടുണ്ടായിട്ട് അവര് സ്വന്തം ബുദ്ധിയിൽ വ്യാഖ്യാനിച്ച് പറയണം, അയ്യോ അപകടം വരും, അവിടോട്ട് പോകരുതേ, അയ്യോ അപകടത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാനെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ കണ്ടോ, പ്രവചനം, ആ വെളിപ്പാട് ശരിയായിരുന്നു, യെരുശലേമിൽ അപകടം. പക്ഷെ അവർ വ്യാഖ്യാനിച്ച് പറഞ്ഞത് അതുകൊണ്ട് പോവരുതേ, തെറ്റിപ്പോയി. അത് പൗലോസ് എങ്ങനെ വിവേചിച്ചു? എന്നെ ദൈവം കാലാകാലങ്ങളായി നയിക്കുന്ന ആ പാത, എന്നോടുള്ള ദൈവത്തിന്റെ സംസർഗത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യവുമായിട്ട് തട്ടിച്ചു നോക്കി.
അപ്പൊ കണ്ടോ, എങ്ങനെ പ്രവചനം വിവേചിക്കേണ്ടേ? അത് സംഭവിക്കുന്നതാണോ, സംഭവിച്ചു കഴിഞ്ഞാലും ഉപദേശപരമായി ശരിയാണോ, ആത്മാവിന്റെ സംസർഗത്തിലൂടെ എനിക്ക് സമാധാനമുണ്ടോ, എൻ്റെ മാർഗദർശികളുടെ ഉപദേശവുമായിട്ട് അത് ചേർന്ന് പോകുന്നുണ്ടോ, എൻ്റെ ജീവിതത്തെ ദൈവം നയിക്കുന്ന ആ നയിപ്പുമായിട്ട് ഈ പ്രവചനം ചേർന്ന് പോകുന്നുണ്ടോ, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ വിവേചിച്ചു മനസ്സിലാക്കണം ഇത് ശരിയായ വെളിപ്പാടാണ്. ഏത് പ്രവചനം കേട്ടാലും അതിനകത്ത് വെളിപ്പാടുമുണ്ട്. ആ വെളിപ്പാടിനെ വ്യാഖ്യാനിച്ച് മനുഷ്യൻ പറഞ്ഞ കാര്യവും കാണും. അയ്യോ യെരൂശലേമിൽ പോകരുതേന്ന് മനുഷ്യൻ പറഞ്ഞു, പൗലോസ് പറഞ്ഞു, അത് തെറ്റിപ്പോയി, വെളിപ്പാട് ശരിയാ, ഞാൻ അവിടെ പോയി അപകടത്തിൽപ്പെടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും, അയ്യോ ഈ വരം എന്തിനു കൊള്ളാം, അല്ലേ? ഇങ്ങനെ പാടുപെട്ട് നമ്മള് അയ്യോ ഇതിനകത്ത് വെളിപ്പാട് ഏതാണ്, ഇതിനകത്ത് ഈ പ്രവാചകൻ പറഞ്ഞത് ഏതാണ്? അതുകൊണ്ടാണ് നമുക്ക് വായിക്കാം 8-ാമത്തെ പാഠം 1 തെസ്സലോനിയർ 5:19 മുതൽ 22 വായിച്ചു കേൾക്കാം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ആത്മാവിനെ കെടുത്തിക്കളയരുത്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. ഇപ്പൊ പ്രവചനം ദൈവം നമ്മളോട് വന്ന് സംസാരിക്കുകയാണ്, ആരെങ്കിലും തുച്ഛീകരിക്കൂ? യെശയ്യാവിനോടും യെരമ്യാവിനോടും ഒക്കെ സംസാരിച്ചു പോലെ ദൈവം വന്നതിനോട് സംസാരിക്കാൻ ആരെങ്കിലും തുച്ഛീകരിക്കും? ഈ തുച്ഛീകരിക്കാനുള്ള കാരണം ഇതാണ്. ആദിമസഭയിലുള്ളവർക്ക് അറിയാം, പ്രവചന വരത്തിലൂടെ കടന്നു വരുന്നത് ദൈവിക വെളിപ്പാടും മാനുഷിക പ്രസ്താവനയും കൂടെ ചേർന്നാണ്. അപ്പോൾ പലർക്കും അയ്യോ പ്രവചനം തെറ്റിപ്പോയി, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കും, പ്രവചനം തെറ്റിപ്പോയി എന്നൊക്കെ അവർ പറയും. ആ പ്രവാചകം പറഞ്ഞതുപോലെ അച്ചട്ടായിട്ടൊന്നും സംഭവിച്ചില്ല, അപ്പൊ ഈ വരമൊന്നും വലിയ ഗുണമൊന്നുമില്ല, ഇതെടുത്ത് കളയാം. അങ്ങനെ തുച്ഛീകരിക്കരുത്. പകരം എന്ത് ചെയ്യണം? സകലവും ശോധന ചെയ്തിട്ട് അതിലെ നന്മ, ദൈവിക വെളിപ്പാട് ഏറ്റെടുക്കണം, തെറ്റായത് തള്ളിക്കളയണം. അല്ലെ? നമ്മളിപ്പോൾ മീൻ കഴിക്കുമ്പോൾ മുള്ളു കളയും, മീൻ തിന്നും. അല്ലെ? പഴം കഴിക്കുമ്പോൾ പഴത്തൊലി കളയും, പഴം തിന്നും. അല്ലാതെ അയ്യോ പഴത്തൊലി കളയുന്നുണ്ട് പിന്നെ പഴകോടം കളഞ്ഞേക്കാം എന്നാരെങ്കിലും പറയൂ? ഇല്ല. അപ്പൊ നല്ലത് തിരഞ്ഞെടുക്കണം. അത് ഈ ഉത്തരവാദിത്തങ്ങൾ, ഈ വിവേചിക്കേണ്ട ഉത്തരവാദിത്തത്തോടുകൂടെ നമ്മൾ ചെയ്യണം. പ്രവചനവരത്തെ തുച്ഛീകരിച്ചാൽ സംഭവിക്കുന്നത് ആത്മാവിനെ കെടുത്തിക്കളയുകയാണ്. ആത്മാവ് നിങ്ങളോട് ദൂത് പറയാൻ ആഗ്രഹിക്കുമ്പോൾ അതൊന്നും വേണ്ട, അങ്ങ് പൊക്കോ എന്ന് പറയുന്നതിന് തുല്യമാണ്. അങ്ങനെ ആത്മനിറവിന്റെ സൗഭാഗ്യങ്ങൾ കെടുത്തിക്കളയരുത്. 1 തിമോത്തിയോസ് 1:18 പറഞ്ഞിരിക്കുകയാണ്, തിമോത്തിയോസെ, നിനക്ക് മുൻകാലങ്ങളിൽ ലഭിച്ച പ്രവചനത്തിനൊത്തവണ്ണം നീ യുദ്ധസേവ ചെയ്യണം. അതുപോലെ 4-ാം അധ്യായത്തിൽ പറഞ്ഞാണ് പ്രവചനവരത്തിലൂടെ അവനൊരു കൃപാവരം ലഭിച്ചു. ചിലർക്കൊക്കെ അറിഞ്ഞൂടായിരിക്കും, എനിക്കൊരു അപ്പോസ്തോലിക വിളിയുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പോഴാണ് ഒരു പ്രവാചകൻ തലയൊക്കെ വെച്ചിട്ട് പറഞ്ഞത്, നീ ഈ കഷ്ടത്തെ കൂടെ ഒക്കെ പോകുന്നതിന്റെ കാര്യം എന്താ അറിയോ, നിനക്കൊരു അപ്പോസ്തോലിക വിളിയുണ്ട് എന്ന് തിമോത്തിയോസ് തിരിച്ചറിഞ്ഞത് ഒരാൾ വന്ന് പ്രവചിച്ചപ്പോഴായിരുന്നു. അപ്പൊ പ്രവചനത്തെയൊക്കെ തുച്ഛീകരിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ദൈവീക ഇടപാടുകളെല്ലാം തീർന്നു പോകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ യുദ്ധസേവ ചെയ്യുവാൻ, പോരാടുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വെളിപ്പാടുകളാണ് പ്രവചനത്തിലൂടെയൊക്കെ ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. 9-ാമത്തെ പാഠം എങ്ങനെ പ്രവചിക്കണം? 1 കൊരിന്ത്യർ 14:1 കണ്ടു, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് വേണം. സഹോദര സ്നേഹത്തിൽ നീങ്ങിയാലേ പ്രവചനമൊക്കെ വെളിപ്പെടുത്തും. അല്ലാതെ എനിക്കൊരു പ്രവാചകനായ കൊള്ളാം എന്ന് പറഞ്ഞാലൊന്നും ഒരു പ്രവചനവും വരാൻ പോകും. പ്രവചനം വരുന്ന എപ്പോഴാണ്? എൻ്റെ സഹോദരൻ കടന്നു പോകുന്ന ആ അവസ്ഥയിൽ ഒരു ദൈവീക വെളിപ്പാട് പറഞ്ഞ് അവന് ധൈര്യം കൊടുക്കണം, അവന് ആത്മീക വർധന വരണമെന്ന് എരിവുള്ള ഒരു ഹൃദയത്തിൽ ദൈവം വെളിപ്പാട് കൊടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, മധ്യസ്ഥത ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം പ്രവചനം തന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് ദൈവം വെളിപ്പാടുകൾ നൽകും. അത് ജ്ഞാനത്തിന്റെ വചനമാകാം, പരിജ്ഞാനത്തിന്റെ വചനമാകാം, പ്രവചനമാകാം, എന്തു വേണേ ആകാം. ദൈവം തൻ്റെ ഹൃദയം നമ്മളോട് തുറക്കും. അവൻ പോകുന്ന ബാധ ശരിയല്ല. പല അമ്മമാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ചെറുപ്പക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരൊന്ന് വഴി തെറ്റിയപ്പോൾ തന്നെ അമ്മ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞു, എടാ ഇന്ന് സിനിമയ്ക്ക് പോയിടാ എന്നൊക്കെ പറഞ്ഞ് ചില അമ്മമാർക്ക് വെളിപ്പാട് ദൈവം കൊടുക്കും. അതെന്താണ്? അവര് സഹോദര സ്നേഹത്തിൽ ആ വ്യക്തിയെ ഹൃദയത്തിൽ ഇങ്ങനെ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുക. അവിടാണ് വെളിപ്പാട് കടന്നു വരുന്നത്, അവിടാണ് ദൈവം തൻ്റെ ഹൃദയം തുറക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ നീങ്ങിയാലേ പ്രവചനവരത്തിൽ നീങ്ങാൻ കഴിയത്തുള്ളൂ. രണ്ടാമതായിട്ട് എങ്ങനെ പ്രവചിക്കണം എന്നുള്ള ചോദ്യത്തിന് പുതിയ നിയമത്തിലെ ഉത്തരം റോമാലേഖനം 12:6 വാക്യത്തിലുണ്ട്. എങ്ങനെ പ്രവചിക്കണം എന്നറിയാവോ? വിശ്വാസത്താൽ പ്രവചിക്കണം. അതെന്താ വിശ്വാസത്താൽ? എനിക്ക് പരിചയം പോലും ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ചായിരിക്കും ദൈവം ചിലപ്പോൾ എനിക്ക് വെളിപ്പാട് തരുന്നത്. ഇത് ദൈവത്തിന്റെ വെളിപ്പാടാണെന്നും ഇത് പ്രസ്താവിച്ചാൽ ആ വ്യക്തിക്ക് ആത്മീക വർധന ഉണ്ടാകുമെന്നൊക്കെ എനിക്ക് ആദ്യം വിശ്വാസം വേണം. അല്ല ഇതൊന്നും പ്രവചനമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്ന പ്രവചനമൊന്നും നടക്കാൻ പോകുന്നില്ല.
നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം പലപ്പോഴും വെളിപ്പാടൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രവചിച്ചില്ല ഇന്നേ വരെ. അപ്പോ വിശ്വാസത്തിന്റെ ഒരു ഘടകം ഇതിനകത്തുണ്ട്. എല്ലാ പ്രവചനവും അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, അംശമായത് നമ്മൾ അറിഞ്ഞ് അംശമായത് നമ്മൾ പ്രവചിക്കുന്നു എന്ന് 13-ാം അധ്യായത്തിലെ പൗലോസ് പറയുന്നത് പോലെ എല്ലാ പൂർണ്ണ ചിത്രവും ദൈവം കാണിച്ചിട്ടല്ല നമ്മളെ പ്രവചിക്കാൻ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു വെളിപ്പാട് തരികയാണെങ്കിൽ വിശ്വാസത്താൽ പ്രവചിക്കണം. ഇനി 10-ാമത്തെ പാഠം, പ്രവചനവരം ആത്മീയതയുടെ ലക്ഷണമല്ല. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്, അന്യഭാഷയുടെ വിഷയത്തിലും കണ്ട കാര്യമാണ്. എല്ലാ കൃപാവരങ്ങളുമുള്ള കൊരിന്ത്യ സഭയെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, നിങ്ങൾ ജഡീകന്മാരത്രേ, നിങ്ങൾക്ക് പാലേ എനിക്ക് തരാൻ പറ്റുകയുള്ളൂ, നിങ്ങൾ ലൗകികന്മാരെ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോ പ്രവചനവരം ഉണ്ടതുകൊണ്ട് ആത്മീകനാകണമെന്നും നിർബന്ധമില്ല, അതൊരു ലക്ഷണമാകണമെന്നില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അനീതി പ്രവർത്തിക്കുന്നവരെ കടന്നു പോകുമെന്ന് പറയുന്ന കൂട്ടര്, അയ്യോ ഞങ്ങൾ പ്രവചിച്ചവരായിരുന്നല്ലോ, ഞങ്ങൾ ഭൂതങ്ങളെയൊക്കെ ഓടിച്ചവരായിരുന്നു, അങ്ങനെ കൃപാവരങ്ങളൊക്കെ നീങ്ങിയ വ്യക്തികളായിരുന്നു, പക്ഷെ അന്ത്യത്തിൽ രക്ഷ ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രവചനവരം ആത്മീയതയുടെ ലക്ഷണമാണെന്ന് നിർബന്ധമായി പറയുവാൻ സാധ്യമല്ല. അപ്പൊ 10 പാഠവും നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രവചനവരം പ്രസംഗവരമല്ല. പ്രവചനവരം എന്നാൽ ആത്മീക വർധനവിനായിട്ട്, മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ടൊരു വെളിപ്പാട് നമ്മൾ പ്രസ്താവിക്കുകയാണ്. പ്രവചനവരത്തിന്റെ ഉദ്ദേശം നമ്മൾ കണ്ടു, ആത്മീക വർധനവും പ്രബോധനവും ആശ്വാസവും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. പ്രവചനവരം സഭയ്ക്ക് മൊത്തമായ ആത്മീക വർധന വരുത്തുന്നത് കൊണ്ട് എല്ലാവരും പ്രവചിക്കുവാൻ വാഞ്ചിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. പ്രവചനവരത്തിന്റെ അനന്തരഫലം നമ്മൾ കണ്ടു, ഹൃദയ രഹസ്യങ്ങളെല്ലാം പുറത്തു വന്ന് പാപബോധമുളവായി ദൈവത്തിന് മുൻപാകെ വ്യക്തികൾ നമസ്കരിക്കുവാനിടയാകും. പിന്നെ എങ്ങനെ നടത്തണം എന്നുള്ളത് നമ്മൾ കണ്ടു. 2-ഓ 3-ഓ പേർ ക്രമമായിട്ട് വേണം. കേൾക്കുന്നവർ അതിനെ വിവേചിക്കണം. ഈ വിവേചിക്കണം എന്നുള്ളത് വളരെ കാതലായ വിഷയമാണ്. കാരണം ഇത് തിരുവെഴുത്തുകൾ എഴുതുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച പ്രവചനത്തെ കുറിച്ചല്ല ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇത് ഇന്നത്തെ കാലത്തെ സഭയെ പണിയുവാനുള്ള പ്രവചന വരത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് വിവേചിക്കപ്പെടണം. കാരണം വെളിപ്പാട് ദൈവത്തിൽ നിന്നാണേലും പ്രസ്താവിക്കുന്നത് മാനുഷിക വാക്കുകളിലാണ്, അല്ലാതെ ദൈവനിശ്വാസ്യതയിൽ ഉളവാകുന്ന വാക്കുകളാലല്ല. ഇത് തിരുവെഴുത്തുകൾ എഴുതുവാനുള്ള പ്രവചനമല്ല. അതുകൊണ്ട് ഇത് വിവേചിക്കണം. വിവേചിക്കേണ്ട പല മാനദണ്ഡങ്ങൾ നമ്മൾ കണ്ടു. പ്രവചനം എന്നിരുന്നാലും തുച്ഛീകരിക്കാൻ പാടില്ല. വെളിപ്പാട് ദൈവം നൽകുന്നത് നമ്മുടെ പല ഗുണങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞു കണ്ടു പ്രവചനവരത്തിൽ എങ്ങനെ പ്രവചിക്കണം. സഹോദര സ്നേഹത്തിൽ വിശ്വാസത്താൽ നമ്മൾ പ്രവചിക്കണം. അവസാനം കണ്ടു പ്രവചനവരം ഉള്ളത് കൊണ്ട് വ്യക്തി ആത്മീയനാണെന്ന് നിർബന്ധമായിട്ട് പറയുവാൻ നമുക്ക് സാധ്യമല്ല. അവസാനമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു വാക്യം വായിച്ച് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ്. അപ്പോസ്തലനായ യോഹന്നാന് കർത്താവ് അന്നത്തെ കാലത്തെക്കുറിച്ചും പ്രത്യേകിച്ച് കർത്താവിന്റെ 2-ാം വരവിനെ കുറിച്ചുമൊക്കെ അന്ത്യകാലത്തെക്കുറിച്ചൊക്കെ വളരെ ശക്തമായ വെളിപ്പാട് കൊടുത്ത് ഒരു പ്രവചന പുസ്തകമാണ് എഴുതിപ്പിച്ചത്. അതാണ് വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാടെല്ലാം കൊടുത്ത് അവസാനം കുഞ്ഞാടിന്റെ കല്യാണമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം യോഹന്നാൻ ഈ വെളിപ്പാട് കൊടുത്ത ദൂതന്റെ മുമ്പില് അങ്ങ് കുമ്പിട്ടു. അപ്പൊ ഈ ദൂതൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ചെയ്യരുത്, വളരെ ശക്തമായ വെളിപ്പാടൊക്കെ നിനക്ക് തന്ന ദൂതനാണ് ഞാൻ, അല്ലാതെ ദൈവമല്ല. അതുകൊണ്ട് നീ എൻ്റെ കാൽക്കലൊന്നും വീഴാൻ പാടില്ല. ദൈവത്തെ നമസ്കരിക്കുക. കാരണം എന്താണ്? പ്രവചനത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ്. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തെ നമസ്കരിക്കുക. കാരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രവചനം എത്ര അതിശക്തമായ പ്രവചനവും ആയിക്കൊള്ളട്ടെ, അത് പ്രവാചകനെ ഉയർത്തുവാൻ വേണ്ടിയിട്ടല്ല, യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം വെളിപ്പാടുകൾ നൽകുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം, ഒരു 4-5 പ്രവചനമൊക്കെ അങ്ങോട്ട് ഫലപ്രാപ്തി കണ്ടാൽ പ്രവാചകൻ കോളർ പൊക്കും, പ്രവാചകന്റെ കുറെ സിൽബന്ദികൾ വരും, പ്രവാചകന്റെ കുറെ അടിമകളും കടന്നു വരും.
പ്രവചന വരത്തിലൂടെ പ്രവാചകൻ ശ്രേഷ്ഠനായി. നമ്മൾ നേരത്തെ കണ്ടു, അങ്ങനെ നമ്മുടെ ശ്രേഷ്ഠത കൂട്ടാനല്ല പ്രവചന വരം. എല്ലാ പ്രവചനത്തിലൂടെ കടന്നു വരുന്ന വെളിപ്പാടുകൾക്കും ആത്യന്തികമായിട്ട് ഒരു ലക്ഷ്യമേ ഉള്ളൂ: യേശുക്രിസ്തുവിന്റെ മഹത്വം സാക്ഷീകരിക്കുക. അതിപ്പോ സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നാലും അവന്റെ കാൽക്കൽ വീഴാൻ പാടില്ല. അപ്പോൾ പ്രവചനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ മനസ്സിൽ വെക്കണം. ഇത് കൃപാവരങ്ങൾക്ക് പൊതുവായിട്ടും ഞാൻ പറഞ്ഞ കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം, അതിനെ ഉയർത്തിക്കാട്ടുവാനാണ് എല്ലാ കൃപാവരങ്ങളും. അപ്പൊ പിന്നെ അതിലെ ഏറ്റവും ശ്രേഷ്ഠഭാരമായ പ്രവചനവരത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? യേശുക്രിസ്തുവിനെ ഉയർത്തുക. യേശുക്രിസ്തുവിനെ ഉയർത്താതെ നമ്മുടെ സ്വയത്തെ ഉയർത്തുന്ന പ്രവചനങ്ങളൊക്കെ അപ്പോഴേ എഴുതി ദൂരെ കളയണം. അതൊന്നും ദൈവത്തിന്റെ പ്രവചനമല്ല. ദൈവം നമ്മളെ ആനയാക്കും, തലയാക്കും എന്നൊക്കെ പറയുന്ന പ്രവചനങ്ങൾ പലതുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. ആത്യന്തികമായിട്ട് ദൈവത്തിന് മഹത്വമുളവാക്കുന്ന ഒരു ചിത്രമാണോ അതിലൂടെ വരുന്നത്, അതോ എൻ്റെ സ്വയത്തെ വലുതാക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇന്ന് അങ്ങനത്തെ പല പ്രവചനങ്ങളും ഉണ്ട്. എങ്ങനെയും ഒന്ന് ആളായാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ തലയെ കൈവച്ചിട്ട് നീ ആളാകും, നീ തലയാകും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർ വീഴും. അതല്ല പ്രവചനം. നമ്മളെ സുഖിപ്പിക്കുന്നതല്ല പ്രവചനം. ദൈവത്തിന്റെ വെളിപ്പാടിലൂടെ നമുക്ക് ആത്മീക വർധനവ്, ക്രിസ്തുവിൽ നമ്മൾ വളരുന്നു, അവന്റെ കർത്തൃത്വത്തിനോട് കീഴ്പ്പെടുന്നു, അവന്റെ പദ്ധതികളോട് ചേർന്ന് വരുന്നു, അവന് മഹത്വം കൊടുക്കുന്നു, അവനെ നമസ്കരിക്കുന്നു. ഇവിടെ രണ്ടിടത്തും കണ്ടോ, 1 കൊരിന്ത്യർ 14 നമ്മൾ കണ്ടു, ആ രഹസ്യ പാപങ്ങളൊക്കെ വെളിപ്പെട്ട് വന്ന അവൻ ദൈവത്തിന്റെ മുമ്പേ നമസ്കരിച്ച് പറയും ഇവിടെ ദൈവമുണ്ട്. ഇവിടെയും കണ്ടോ, ദൈവത്തിന്റെ പകരം ദൂതന്റെ കാലിൽ നമസ്കരിച്ചപ്പോ പറഞ്ഞു അങ്ങനെ പാടില്ല, ദൈവത്തെ നമസ്കരിക്കണം. കാരണം അതിനാണ് പ്രവചനം അയക്കുന്നത്. പ്രവചനത്തിന്റെ ആത്മാവ് അതാണ്, ദൈവത്തെ നമസ്കരിക്കുക, ദൈവ നമസ്കാരികളെ ഉളവാക്കുക. കണ്ടോ, ഈ നമസ്കാരവും പ്രവചനവും എന്നുള്ള വിഷയം രണ്ടിടത്തും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരാധനയിൽ വളരണം, ദൈവത്തോടുള്ള കീഴ്പ്പെടലിൽ വളരണം. ഇതൊക്കെയാണ് ശരിയായ പ്രവചന വരത്തിന്റെ ലക്ഷണങ്ങൾ. അത് മനസ്സിൽ വെക്കുക. പ്രവചന വരത്തിൽ നമ്മൾ നീങ്ങുമ്പോഴും പ്രവചന വരത്തിന്റെ ശുശ്രൂഷ പ്രാപിക്കുമ്പോഴും ഇത് മനസ്സിൽ വെച്ചുകൊള്ളണം. കർത്താവിനെ ഇത് ഉയർത്തുന്നുണ്ടോ? ഈ പ്രവചനം കർത്താവിനെ ഉയർത്തുന്നുണ്ടോ? ഈ പ്രവചനം എന്നെ കർത്താവിനോട് കൂടുതൽ കീഴ്പ്പെടുത്തുന്നുണ്ടോ? അല്ലാതെ എല്ലാ മനുഷ്യർക്കും ഭാവിയെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാവുന്നുള്ള ഒരു ജിജ്ഞാസയുണ്ട്, അതിനുള്ള ഒരു തട്ടുപൊളിപ്പൻ പരിപാടിയാണ് പ്രവചനമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഈ പറഞ്ഞ കാര്യത്തിന്റെയൊക്കെ പ്രസക്തി എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞൂടാ. പുതുവിശ്വാസികളാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും അറിഞ്ഞൂടായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുള്ള ഏകസഭ ഇതായതുകൊണ്ട് അറിഞ്ഞൂടാ. പല സഭകളിലും ഈ പ്രവാചകന്മാർ വന്ന് ആത്മീയത ഒളിക്കും, തകർക്കും, തകിടം മറിക്കും. കള്ളപ്രവാചകന്മാർ. അവിടെ യേശുവുമില്ല, മഹത്വവും ഇല്ല, നമസ്കാരവും ഇല്ല, ആരാധനയില്ല, ഒന്നുമില്ല. ചുമ്മാ ഭാവി പറയുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് ജ്യോതിഷം, പരിശുദ്ധാത്മാവിലുള്ള ജ്യോതിഷം പറച്ചിൽ, അതല്ല ഇത്. അപ്പോ പരിശുദ്ധാത്മാവിന്റെ ആത്മസ്നാനത്താൽ കൃപാവരങ്ങളിൽ നമ്മൾ ജ്വലിച്ച് അന്യോന്യം സേവിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രയോജനകരമായ കൃപാവരമാണ് പ്രവചനം. അത് സ്റ്റേജിൽ പോയി നിന്ന് പറയേണ്ട പ്രവചനമൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ ഒരാളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴായിരിക്കും ആ പ്രവചനം വായിൽ വിളങ്ങാൻ പോകുന്നത്. പ്രാർത്ഥിക്കുക. അങ്ങനെ അന്യോന്യം സേവിക്കുവാൻ നമ്മളെല്ലാവരും ഇറങ്ങിത്തിരിച്ചാൽ സഭ വളരെയധികം പ്രയോജനപ്പെടും, ആരോഗ്യമുള്ളൊരു സഭയായി മാറും. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പ്രവചന വരത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമ്മൾ കേട്ടു. കൃപാവരത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമ്മൾ കേട്ടു. ആത്യന്തികമായ വിഷയം, സഭ പണിയപ്പെടണം, ക്രിസ്തുവിൽ പണിയപ്പെടണം. യേശുവിനോട് കീഴ്പ്പെട്ട് അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ അനുസരണയോടെ വളരണം. അതാണ് ഈ ശുശ്രൂഷകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. അത് മനസ്സിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെക്കുറിച്ചുള്ള തിരുഹിതം പൂർത്തീകരിക്കപ്പെടണമേ. ചുമ്മാ പ്രസംഗവും കേട്ട് പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കാനല്ലല്ലോ നീ വിളിച്ചിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയോടെ ഞാൻ ജീവിക്കുമ്പോൾ തന്നെ എൻ്റെ കൂട്ടായ്മയിൽ, എൻ്റെ കൂട്ടു സഹോദരങ്ങളുടെ മധ്യത്തിൽ ഞാൻ അവരെ സേവിക്കുവാൻ ബാധ്യസ്ഥനാണെന്നുള്ളൊരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നത് അപ്പോഴാണ്. വിശുദ്ധ ജീവിതവും സേവനത്തിന്റെ ജീവിതവും രണ്ടും വേണം. അതാണ് സൽപ്രവൃത്തികളാൽ നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം. അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനു വേണ്ട പ്രാപ്തി പരിശുദ്ധാത്മാവ് തന്നെ നൽകുന്നതിനെയാണ് കൃപാവരങ്ങൾ നമ്മൾ വിളിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠവും പ്രയോജനകരവുമായ വരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ
ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ശുശ്രൂഷിക്കുവാൻ പ്രാപ്തി നൽകണമേ കർത്താവേ എന്നുള്ളൊരു സമർപ്പണത്തോടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.